മമ്മൂജിയുടെ വൈകി വന്നിട്ട് വരെ ഞാൻ കാണാൻ പോയിട്ടില്ല. അങ്ങനെ കോയപ്പാപ്പ ഒഫാത്തായാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോണ ആരാ അവിടുന്ന് മസ്താൻ പറഞ്ഞു ഇതായത്ത് വേണമെങ്കിൽ CM കാണുന്ന എൻ്റെ മനസ്സിൽ തട്ടി. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല, പെരിയിൽ വന്ന് പൈസ എടുത്തിട്ട് CM കാണാൻ ചെന്നപ്പോൾ CM അടവാണ്. അന്നാണ് മിലിറ്ററി ബാബാനെ കണ്ടത്. അപ്പം മിലിറ്ററി ബാബാനെ നടാള് കണ്ട മിലിറ്ററി ബാബ വന്നിട്ട് മീനങ്ങാടി സുലൈമാനിയും കുറെ മുരീതന്മാർ തച്ചി പായിപ്പിച്ചിൻ്റെ രംഗ കണ്ടത്. അന്ന് ആ കണ്ട് നമ്മൾ പിന്നെ മഹബത്തിൽ മിലിറ്ററി ബാബാനെ കണ്ടിട്ടില്ല. CM കാണാൻ പോയിട്ട് CM കാണാത്ത ഫിക്കറിൽ ചിഹ്നം സ്വീകരിച്ച് മിലിറ്ററി ബാബ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത്. അന്ന് മീനങ്ങാടി സുലൈമാനും കുറെ ഹാദിമിയും കൂടെ അവർ ഇന്താളജി ശേഖർ അടിച്ച് പായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് കാട്ടി തന്നതാണ്. ഇറക്കി വിട്ടു നാരാളാ പറഞ്ഞ് കുട്ടിയസന്താരി നിങ്ങൾക്ക് എന്നെ സ്വീകാര്യ ആയത് അതൊന്ന് ഉറപ്പിച്ച് പറയണം. വയനാട്ടിൽ വലിയ മഹാനായ കൽപ്പറ്റ സുഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുലുലമ ചെന്നപ്പോൾ അവിടെ സുഫിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔചരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്. എത്ര ദിവസമായി വന്നിട്ട് ഒരാഴ്ചയായി. അവൻ എങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സുഫിയാജി വരക്കാൻ തുടങ്ങി. ഔജന് അവനെ വിളിക്ക ആരെ വിളിക്കുന്ന ശംസുലുലമ മോനോട് ഇവിടെ വരാൻ വരുന്നുണ്ട്. അവനെ ശംസുലുലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പതപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുന ശംസുലുലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ പറിച്ച ശംസുലുലമയുടെ സിംഹഗർജനമാൻ താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കുക അവന്. മറിയുന്ന ആരാന്റെ കൂട്ടിലെ കോഴി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കുക അവനെ. അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം കെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത്, ആര് ഔലിയാണെന്ന് വലിയാണെന്ന് പഠിപ്പിച്ചെന്ന് ശംസുലുലമയാണ്, ആര് വലിയല്ല എന്നും പഠിപ്പിച്ചെന്നാണ് മഹാനായ ശൈഖുനാ ശംസുലുലമ ഈ ലോകത്തോട് പറഞ്ഞത്. ആ മഹാൻ അല്ലാഹുവിന്റെ ആരിഫീകൾ ഇതിൽപ്പെട്ട ഏറ്റവും ഉന്നതനായിരുന്നു. ലാ യഅരിഫുൽ വലിയ ഇലൽ വലിയോ, ഒരു വലിയന് മാത്രമേ ഒരു വലിയനെ മനസ്സിലാക്കാൻ കഴിയൂ. ഒരു എഞ്ചിനീയർക്ക് മറ്റൊരു എഞ്ചിനീയറെ അറിയൂ. ഇറക്കി വിട്ടു നാരാളാ പറഞ്ഞ് കുട്ടിയസന്താരി നിങ്ങൾക്ക് എന്നെ സ്വീകാര്യ ആയത് അതൊന്ന് ഉറപ്പിച്ച് പറയണം. ഈ ഉസ്താദിനെ അംഗീകരിക്കുന്നവരോട്, ഈ ഉസ്താദിന്റെ അഹിലിൽ പെടാൻ ഉദ്ദേശിക്കുന്നവരോട് എല്ലാവരോടും വലിയ സ്നേഹത്തിൽ നമുക്ക് പറയാനുള്ളത്, ഈ ഉസ്താദിന്റെ ആദർശം സ്വീകരിക്കുന്ന നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങേണ്ടവരാണ്. ഒറ്റ ഒന്നാണ്, രണ്ടില്ല. രണ്ടുണ്ടെങ്കിൽ ശംസുലുലമ എന്നതിൽ എതിരഭിപ്രായം വേണം. അപ്പൊ ശംസുലുലമയിലെ മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ട് ശംസുലുലമയുടെ ശത്രുക്കൾ ശംസുലുലമയുടെ ആളാകാൻ നിൽക്കൊന്നും വേണ്ട. ശംസുലുലമയുടെ കഠിനമായ ശത്രുത ദീർഘകാലം വെച്ച് പുലർത്തിയിട്ട് ശംസുലുലമ അവിടെ വളർത്തിയെടുത്ത സമസ്തയെ തച്ചു തകർക്കും എന്ന് പരിസരത്തിൽ നിന്ന് ഒരിക്കൽ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുകൾ, നിങ്ങളെ സമസ്തനെ ഞങ്ങൾ തച്ച് പൊളിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട. അതൊക്കെ നിഫാഖിന്റെ മൂർധന്യ വേഷധാരികൾ മാത്രമാണ്. കാപട്യം ഖൽബിൽ ഉറച്ച് നിറച്ച് വെക്കുന്ന ആളുകളുടെ ഗീർവാന പ്രഘോഷണങ്ങൾ മാത്രമായിട്ട് അതിനെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ കാണുന്നുള്ളൂ. അത്രേ അതിനെ പറ്റി പറയാനും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തഫ്സീറിലേക്ക് പ്രവേശിക്കാം.